Hello, hello. ഹലോ. നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. പുള്ളി മേ ബി സ്റ്റാർട്ടിങ് ഒരു റെക്കോർഡിങ്സ് കണ്ട് തുടങ്ങിക്കോളും. ഓക്കെ, നമ്മൾ ഓൾറെഡി ഓക്കെ അടുത്ത സെഷനും 3 PM അടുത്ത സെഷനും ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ ഓക്കെ. ലാസ്റ്റ് ഡേയിൽ നമ്മൾ ബേസിക്സ് പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ ബേസിക്സ് അതെ. പറഞ്ഞ സമയത്ത് നമ്മൾ എക്കണോമിക് ഇവന്റ്സിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. എക്കണോമിക് ഇവന്റ്സിനെ കുറിച്ച് നെക്സ്റ്റ് ഡേയിൽ പറയാമെന്ന് പറഞ്ഞു ആ അല്ലേ? അതെ അതെ അതെ. അപ്പോൾ ബേസിക്സ് ഒക്കെ ക്ലിയർ ആണോ? PDF ഞാൻ അയച്ചിരുന്നു, കിട്ടിയിരുന്നല്ലോ അല്ലേ? ആ കിട്ടിയാലും കിട്ടിയാലും. ഓക്കെ, അപ്പൊ അതൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. അതിലുള്ള വേർഡിങ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും. അപ്പൊ അതെല്ലാം ഒന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഓക്കെ. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് എക്കണോമിക് ഇവന്റ്സിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോ എക്കണോമിക് ഇവന്റ്സ് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താണ് എക്കണോമിക് ഇവന്റ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? എക്കണോമിക്സ് നമ്മുടെ ന്യൂസും കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെ മനസ്സിലായില്ല? ന്യൂസ് ന്യൂസസ് ന്യൂസ്. ആണ് ആക്ച്വലി എക്കണോമിക് ഇവന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്കണോമിക് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ സിംപ്ലി പറഞ്ഞാൽ ന്യൂസസ് ആണ്. അപ്പോൾ ആക്ച്വലി ന്യൂസസ് എന്ന് പറയുന്നത് ഇപ്പോ ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തായിരിക്കും ന്യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി വരുന്ന ന്യൂസ് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കമ്പനിക്ക് ഒരു റിസൾട്ട്, കമ്പനിയുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ആനുവൽ റിപ്പോർട്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, ഒബ്വിയസ്ലി മാർക്കറ്റ് മൂവ് ചെയ്യും അല്ലെ? ഒബ്വിയസ്ലി മാർക്കറ്റ് നല്ല രീതിയിൽ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യും അല്ലെ? അപ്പൊ അതുപോലെ ആ തന്നെ ഈ ഫോറക്സ് മാർക്കറ്റിൽ അല്ലെങ്കിൽ വേൾഡ് എക്കണോമിയിൽ നടക്കുന്ന കാര്യങ്ങളിലെ ബേസ് ചെയ്തുകൊണ്ട് ഫോറക്സ് മാർക്കറ്റ് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് എക്കണോമിക് ഇവന്റ്സ് ഉണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തുതരാം, ഒരു ബ്രീഫ്, അതായത് മേജർ ആയിട്ടുള്ള ഒരു 5 എക്കണോമിക് ഇവന്റ്സിനെ കുറിച്ച് പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു 5 എക്കണോമിക് ഇവന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എക്കണോമിക് ഇവന്റ്സ് എന്നുള്ളതും, അത് എങ്ങനെയാണ് റിലീസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതും, അത് എങ്ങനെയാണ് മാർക്കറ്റിനെ അഫക്ട് ചെയ്യുക എന്നുള്ളതും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ട്രേഡിംഗ് വ്യൂവിന്റെ ബേസിക്സിലോട്ട് കടക്കാം. ഇന്ന് ആദ്യത്തെ പറയാനുള്ളതാണ് ഈ 5 എക്കണോമിക് ഇവന്റ്സിലെ ആദ്യത്തെ എക്കണോമിക് ഇവന്റ് ആണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത്. ഈ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്കറിയാം, രാജ്യത്ത് ഒരു ഒരുപാട് ആൾക്കാർ ജോലി ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ അത് രാജ്യത്തിന് നല്ല കാര്യമാണോ? അല്ലല്ല. അല്ല, ഒരിക്കലും അല്ല അല്ലെ? ഇപ്പൊ നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് എന്ത്, ഈ ഒരു ജോലിയില്ലായ്മ അല്ലെ, തൊഴിലില്ലായ്മ. അപ്പോ ഈ തൊഴിലില്ലാത്ത ആൾക്കാരുടെ ഒരു റേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു തൊഴിലില്ലാത്ത ആൾക്കാരുടെ മെഷറിനെയാണ് എന്ത് വിളിക്കുന്നത്, അൺഎംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോ രാജ്യത്തിന്റെ അൺഎംപ്ലോയ്മെന്റ് റേറ്റും എവറി മന്തിൽ എന്ത് ചെയ്യും, കൗണ്ട് ചെയ്യും. എവറി മന്തിൽ ഇത് കൗണ്ട് ചെയ്ത് ഇതിന്റെ ഒരു ഡേറ്റ പുറത്തു വിടും. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഈ വരുന്ന മാസം എന്ത് ചെയ്തു, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടി എന്ന് വിചാരിക്കുക. അതായത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് ജോലി ഇല്ലാത്ത ആൾക്കാരുടെ നിരക്ക് അല്ലെ, ആ നിരക്ക് കൂടി. അത് കൂടിക്കഴിഞ്ഞാൽ അത് ഇന്ത്യൻ റുപ്പീനെ എങ്ങനെ അഫക്ട് ചെയ്യും? ഇന്ത്യൻ റുപ്പീന്റെ മൂല്യം കുറയാണോ ചെയ്യുക, കൂടുകയാണോ ചെയ്യുക? കുറവാണ്, കറക്റ്റ് അറിയത്തില്ല. മൂല്യം കുറയും അല്ലെ? കാരണം ഇന്ത്യയിൽ ജോലി ഇല്ലാത്ത ആൾക്കാർ കൂടുതൽ നിൽക്കുന്ന സമയത്ത് എന്താവും, അത് ഇന്ത്യയിലെ GDPനെ ബാധിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിനെ ബാധിക്കും. അത് കാരണം കറൻസിന്റെ മൂല്യം കുറയും. ഓക്കെ, മൂല്യം കുറയുകയും നമുക്ക് എന്ത് വരും, ആ ഒരു കറൻസിയിൽ നല്ല രീതിയിലുള്ള മൂവ്മെന്റ് നടക്കുകയും ചെയ്യും അല്ലെ? മൂല്യം കുറയുമ്പോൾ, വില അതെ കുറയുമ്പോൾ എന്ത് ചെയ്യും, താഴോട്ട് താഴോട്ട് പോകും അല്ലെ? അപ്പോ അതെ അതെ. ഇതുപോലെ തന്നെ എല്ലാ രാജ്യത്തിനും, ഇന്ത്യന്റെ മാത്രമല്ല, അമേരിക്ക USD ബേസ് ചെയ്തിട്ട്, കനേഡിയൻ CAD ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ AUD ഓസ്ട്രേലിയൻ ഡോളർ ബേസ് ചെയ്തിട്ട്, ഇങ്ങനെ ഓരോ കറൻസിനെ ബേസ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ത് ചെയ്യും, എവറി മന്ത് റിലീസ് ചെയ്യും. ഓക്കെ, ഇതാ ഉം. ഇത് റിലീസ് ചെയ്യുന്നത് മെയിൻലി ഇപ്പൊ USD റിലീസ് ചെയ്യുന്നത് ആരായിരിക്കും? USD ഫെഡിനെ വിളിക്കുന്ന പേരാണ്, അവിടുത്തെ സെൻട്രൽ ബാങ്ക്സിന്റെ ഇതിന് വിളിക്കുന്ന പേരാണ് FOMC. കേട്ടിട്ടുണ്ടോ? ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി. ഈ ഒരു കമ്മിറ്റിയിലാണ് പൊതുവെ എന്ത് ചെയ്യാറുള്ളത്, CPI ഡാറ്റ, അതുപോലെ തന്നെ ഇൻഫ്ലേഷനെ കുറിച്ച്, അല്ലെങ്കിൽ വേൾഡ് എക്കണോമി എങ്ങോട്ട് പോകണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഈ FOMC മീറ്റിംഗിലൂടെയാണ്. ഈ ഒരു FOMC മീറ്റിംഗിന്റെ ചെയർമാൻ ആയിട്ടുള്ള ജെറേമി പുവാൾ ആണ് എന്ത് പറയുന്നത്,
ജെറമി പോവാൾ എന്ന് പറയുന്ന ഒരാളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ജനറൽ നോളജിന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ എക്കണോമിക് ഇവന്റ്സ് നടക്കുന്ന സമയത്താണ് മാർക്കറ്റ് വളരെ വലിയ വോളറ്റൈൽ ആയിട്ട് മൂവ് ആവും, അല്ലെ? ഇപ്പൊ മാർക്കറ്റിൽ വലിയ വലിയ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അപ്പോൾ അതിലെ ഫസ്റ്റ് എക്കണോമിക് ഇവന്റ് ആണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ജോലി ഇല്ലാത്തവർ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു രാജ്യത്തിന്റെ കറൻസിന്റെ വാല്യൂ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെ? നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതാണ്, നമുക്ക് ഞാനൊക്കെ ചെറുപ്പത്തിൽ ചിന്തിക്കുമായിരുന്നു, എന്തുകൊണ്ട് ഇപ്പോ കുവൈറ്റ് ദിനാറിന് വളരെ മൂല്യമുള്ള ഒരു കറൻസിയാണ്, അല്ലെ, കുവൈറ്റ് ദിനാർ എന്ന് അതെ. പറയുന്നത്, അല്ലെ? അതുപോലെ തന്നെ നല്ല രീതിയിൽ വാല്യൂ ഉള്ളതാണ് US ഡോളർ. എന്തുകൊണ്ടാണ് US ഡോളറിന് ഇത്ര റേറ്റ് വരുന്നത്, എന്തുകൊണ്ടാണ് ഇത്ര വില വരുന്നതെന്ന് നമ്മൾ തിങ്ക് ചെയ്യുമായിരുന്നു. അപ്പൊ അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് നടക്കുന്ന എക്കണോമിക്സിനെ ബേസ് ചെയ്തിട്ടാണ്, ആ ഒരു രാജ്യത്തിന്റെ എക്കണോമിക് സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്തുള്ളത്, കറൻസി ഉള്ളത്. അതുപോലെ തന്നെ ആ രാജ്യത്ത് റിസർവ് ചെയ്ത് വെച്ച ഗോൾഡിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക, കറൻസിയുടെ മൂല്യം ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഫ്ലേഷനെ കുറിച്ച് പറയാനുണ്ട്. അടുത്തത് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, GDP, അല്ലെ? ഇത് പലപ്പോഴും പല സമയത്തും കേൾക്കാറുണ്ട്, രാജ്യങ്ങൾ തമ്മിലുള്ള ഇതൊക്കെ പറയുമ്പോൾ അപ്പൊ പറയും എന്ത്, ഈ ഒരു കൺട്രീനേക്കാളും വലിയ GDP ഉള്ള കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ, അല്ലെങ്കിൽ പാകിസ്ഥാനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യ എന്താണ്, GDP-യുടെ കാര്യത്തിൽ ഒരുപാട് മുകളിലാണ്, അല്ലെ? അങ്ങനെ GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് നടക്കുന്ന എല്ലാത്തിന്റെയും എല്ലാ വിധത്തിലുള്ള ട്രാൻസാക്ഷൻസും, ഒരു രാജ്യം എക്കണോമിക്കലി സ്ട്രെങ്ത് ഉള്ള രാജ്യമാണെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള സ്പെൻഡിങ്സ് നടക്കും, അല്ലെ? ഇപ്പോ UAE പോലുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു എമിറേറ്റ്സ് എന്തുകൊണ്ടാണ് ലോക രാജ്യങ്ങളുടെ ഇടയിൽ ഇത്ര ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു രാജ്യമായി മാറിയത്? ഇവിടെ ടൂറിസം മേഖലയിലാണെന്നുണ്ടെങ്കിലും ഓട്ടോമൊബൈൽ മേഖലയിലാണെന്നുണ്ടെങ്കിലും ഏതൊരു മേഖലയിലാണ്, കൺസ്ട്രക്ഷൻ മേഖലയിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ എന്ത് വരുന്നുണ്ട്, സ്പെൻഡിങ്സ് നടക്കുന്നുണ്ട്, അല്ലെ? നല്ല രീതിയിൽ സ്പെൻഡിങ്സ് നടക്കുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ്സ് നടക്കുന്നുണ്ട്. ഒരുപാട് ബില്യണേഴ്സ് ലിവ് ചെയ്യുന്ന സിറ്റിയാണ് ദുബായ്, അല്ലെ? ഒരുപാട് എക്സോട്ടിക് കാർസ് ഉള്ള സിറ്റിയാണ് ദുബായ്. അപ്പോൾ ഇതൊക്കെ വരുന്നത് ആ രാജ്യത്ത് അത്ര രീതിയിൽ നല്ല രീതിയിൽ സ്പെൻഡിങ്സ് നടക്കുന്നതുകൊണ്ടാണ്. ആ ഒരു സ്പെൻഡിങ്സ് നടക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ആ ഒരു രാജ്യത്തിന്റെ GDP, അതിനെയാണ് എന്ത് പറയുന്നത്, GDP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെ GDP ഉള്ള കൺട്രീസ്, GDP കൂടിയ കൺട്രീസിന് എന്താണ്, കറൻസിയുടെ മൂല്യം എന്തായിരിക്കും, കുറവായിരിക്കും, സോറി കൂടുതലായിരിക്കും. ഓക്കെ, കറൻസിയുടെ മൂല്യം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഈ GDP ഡാറ്റയും എന്ത് ചെയ്യും, എവറി മന്തിൽ വരും. അതിനെ മന്തിൽ വരുന്ന GDP M/M എന്നാണ് വരിക. അതുപോലെ തന്നെ ഇയർലി വരുന്നത് Y/Y എന്ന് പറഞ്ഞിട്ട് വരും. അതുപോലെ തന്നെ ക്വാർട്ടർലി വരുന്നത് Q/Q എന്ന് പറഞ്ഞിട്ട് ക്വാർട്ടർലി റിസൾട്ടും വരും. ഇങ്ങനെ എവറി മന്ത് എല്ലാ കൺട്രിയിലും വരാറുണ്ട്. പക്ഷെ നമ്മൾ ആരും എന്ത് ചെയ്യാറില്ല, അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. ഓക്കെ, അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്കണോമിക് ഡാറ്റാസിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് CPI ആണ്. CPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർമെന്റ് ഓഫ് ഇൻഫ്ലേഷൻ ആണ്. മെഷർമെന്റ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഇൻഫ്ലേഷൻ? ഇൻഫ്ലേഷൻ അറിയോ? കാനച്ചേട്ടന് ഇത് എന്തായാലും അറിയായിരിക്കും. ഹരി, ഇൻഫ്ലേഷൻ എന്താണെന്ന് അറിയോ? ഇൻഫ്ലേഷൻ കേട്ടിട്ടില്ല? കറക്റ്റ് അറിയില്ല, കേട്ടിട്ടുണ്ട് എന്താ ഓക്കെ, കാനച്ചേട്ടാ കേട്ടിട്ടുണ്ടോ? ഹലോ, ഹലോ, ആ മൈക്ക് അൺമ്യൂട്ട് ആയില്ലേ, അതാ. ഓക്കെ ഓക്കെ, ഇൻഫ്ലേഷൻ എന്താന്ന് കേട്ടിട്ടുണ്ടോ? ഈ കേട്ടിട്ടുണ്ട്. വില കൂടുതലല്ലേ, വില കൂടുതലാണ്. അത് എന്തുകൊണ്ടാണ് ഇൻഫ്ലേഷൻ വരുന്നതെന്ന് അറിയാവോ? നമ്മളെ ഡിമാൻഡ് കുറയുമ്പോൾ. ആക്ച്വലി അതിന്റെ ബേസിക്കലി ഒരു ബേസിക്സ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം ഇൻഫ്ലേഷൻ എന്താന്ന്. ആ, ഇതെല്ലാം ജനറൽ ഓക്കെ നോളജ് ആണ്, ഓക്കെ, മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ശരി ശരി ശരി, ലെറ്റ്സ് സേ മനസ്സിലായി, ഓക്കെ ഓക്കെ. എങ്ങനെയാണ് മണി പ്രിന്റ് ചെയ്യുന്നത്? സോ ആദ്യ കാലങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്തിരുന്നത്, സോറി ആദ്യ കാലങ്ങളിൽ എങ്ങനെയാ ഒരു സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്? ബാർട്ടർ സിസ്റ്റം, അല്ലെ? ബാർട്ടർ സിസ്റ്റം ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ട്രേഡ് ചെയ്തിരുന്നത്, അല്ലെ? ഒരു സാധനം അതെ ഇപ്പൊ അതെ അതെ. നമുക്കൊരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും, അല്ലെ? അത് പിന്നീട് എന്ത് ചെയ്തു, ഗോൾഡ് സ്റ്റാൻഡേർഡിലോട്ട് വന്നു, അല്ലെ? എല്ലാവരും ഗോൾഡ് യൂസ് ചെയ്യാൻ തുടങ്ങി.
പക്ഷെ ഈ ഗോൾഡ് എന്ന് പറയുന്നത് അന്ന് പല ഷേപ്സിലാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ ഒരു ബാർ ആയിട്ടാണ് നമ്മൾ ഗോൾഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സാധനം പ്രൊഡക്റ്റ് വാങ്ങണം. ഇപ്പൊ അരി വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗോൾഡ് ബാർ ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റുമായിരിക്കും? അല്ല, അത്ര മൂല്യമില്ല. അപ്പൊ നമ്മളൊരു ചെറിയ പീസ് കൊടുക്കണം അല്ലെ? അങ്ങനെ ഗോൾഡ് ആണെങ്കിൽ പോലും ചെറിയ ചെറിയ പീസുകൾ കൊടുത്തു ആദ്യം തുടങ്ങി. ഓക്കെ, അതിനെ പിന്നീട് എന്ത് ചെയ്തു? ഗോൾഡ് കോയിനിലോട്ട് മാറ്റി അല്ലെ? ഇങ്ങനെ കോയിനിലോട്ട് വന്ന സമയത്ത് തന്നെ ഈ ഒരു കോയിന് മിസ് ആവാനുള്ള ചാൻസ് അല്ലെ? ആ ഒരു കോയിൻ അത്രയും വാല്യൂ ഉണ്ട്. ഗോൾഡിന്റെ ഒരു കോയിൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വാല്യൂ ഉള്ള സാധനമാണ്. അത് മിസ് ആവാനുള്ള ചാൻസ്, ആൾക്കാർ കട്ടുകൊണ്ടുപോകുന്ന ചാൻസ് അല്ലെ, അതായത് മോഷണം നടക്കാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലായിരുന്നു. അങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്ത സമയത്താണ് എന്ത് സംഭവിച്ചത്? ഈ ഒരു ഗവൺമെന്റ്സ് ഒരു സെൻട്രൽ എൻറ്റിറ്റി ആയിട്ട് നിന്നിട്ട് എന്ത് ചെയ്തു? ഗവൺമെന്റ്സ് പറഞ്ഞു ഇങ്ങനെ ഗോൾഡ് നമുക്ക് എന്ത് ചെയ്യാം? ഗോൾഡ് നമുക്ക് റിസർവ് ചെയ്ത് വെച്ച് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സാധനം, അതിനെ ആദ്യകാലങ്ങളിൽ ബില്ല് എന്നാ പറഞ്ഞിരുന്നത്, അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ബില്ല് എന്ത് ചെയ്യും? ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യും. അങ്ങനെ ബില്ലായിട്ട് ഇപ്പോൾ ലെറ്റ്സ് സേ ഞാനൊരു 1 ഗ്രാം ഗോൾഡ് ഗവൺമെന്റിന് ഇഷ്യൂ ചെയ്യാൻ കൊടുക്കുവാണെങ്കിൽ എന്റെ കയ്യിൽ 1 ഗ്രാം എന്റെ 1 ഗ്രാമിന്റെ ഹോൾഡിങ്സിനുള്ള ഒരു ബില്ല് എന്ത് ചെയ്തു തരും? റിലീസ് ചെയ്ത് തരും. അങ്ങനെ ആ ഒരു ബില്ലാണ് ഫ്രീക്വന്റ്ലി എന്തായിട്ട് മാറിയത്? പിന്നെ കറന്റ്ലി കറൻസി ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പൊ അത് ഓരോ രാജ്യങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങി? കറൻസി ആയി മാറാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ ഒരു കറൻസി പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊരു ഗവൺമെന്റ് ആണ് കറൻസി പ്രിന്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു കറൻസിക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ഗോൾഡ് എന്ത് ചെയ്തോളണം? റിസർവ് ബാങ്കിൽ, ഇപ്പൊ നമ്മുടെ റിസർവ് ബാങ്ക് ഏതാ? RBI അല്ലെ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എന്ത് ചെയ്യണം? ഗോൾഡ് റിസർവ് ചെയ്തോളണം. ഓക്കെ, ഇപ്പൊ അറൌണ്ട് 800+ ടൺസ് ആണ് ഇപ്പൊ ഇന്ത്യൻ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഗോൾഡ് എന്ത് ചെയ്തിട്ടുള്ളത്? റിസർവ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അല്ലെങ്കിൽ റിസർവ് ബാങ്കിൽ നമുക്ക് ഗോൾഡ് റിസർവ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കറൻസി പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോ പലപ്പോഴും രാജ്യങ്ങള് രാജ്യങ്ങളുടെ കടങ്ങൾ വീട്ടാൻ അല്ലെങ്കിൽ എക്കണോമിക്കലി അവർക്ക് എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോ ഇത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ എന്താ ചെയ്യാറുള്ളത്? കൂടുതൽ പൈസ എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്യും. ഓക്കെ, ലെറ്റ്സ് സേ 1 ലക്ഷം രൂപയുടെ ഗോൾഡ് ആണ് ആക്ച്വലി എന്തിലുള്ളതെന്ന് വിചാരിക്കുക. ആക്ച്വലി 1 ലക്ഷം രൂപയുടെ ഗോൾഡ് ആണ് ആക്ച്വലി എവിടെ ഉള്ളത്? നമ്മുടെ റിസർവിലുള്ളത്, RBI ഉള്ളതെന്നുണ്ടെങ്കിൽ RBI എന്ത് ചെയ്യുവാണ്? നാസിക് അല്ലെ? നാസിക് എന്ന് കേട്ടിട്ടുണ്ടോ? നാസിക്, കമ്മട്ടം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആ ഓക്കെ, അവിടെ നിന്നാണ് പൈസ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അവിടെ ഈ RBI എന്ത് ചെയ്യുവാണ്? 1,10,000-ത്തിനുള്ള എമൗണ്ട് പ്രിന്റ് ചെയ്താൽ എന്താവും? 10,000 രൂപയുടെ 10,000 രൂപ അവിടെ ഇൻഫ്ലേഷൻ ആയി അല്ലെ? അതായത് 10,000 രൂപ അവിടെ കൂടി. അത് സിംപിളി പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 10% ഇൻഫ്ലേഷൻ ആയി അല്ലെ? അപ്പോ ഇപ്പോ കറന്റ്ലി ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 7% ആണ്. അതിനർത്ഥം എന്താ? 1,00,000 രൂപ 1,00,000 ഗോൾഡിനേക്കാളും കൂടുതൽ പൈസ ഇറങ്ങിയിട്ടുണ്ട്. യെസ്. അപ്പൊ ഇത് ആക്ച്വലി സ്പീക്കിംഗ് ഇത് നമ്മൾ കറൻസി ഹോൾഡ് ചെയ്ത് നമുക്കത് നല്ല കാര്യമാണോ? അല്ല, നമ്മുടെ ഗവൺമെന്റ്സ് കൂടുതൽ പ്രിന്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പല ആൾക്കാരും ഈ ഒരു ഇൻഫ്ലേഷൻ റേറ്റിനെ ബീറ്റ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്? FD ഇടുന്നത്. ഇപ്പൊ പല പല ആൾക്കാരും വിചാരിക്കാറുണ്ട് FD ഇട്ട് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 7% കിട്ടത്തില്ല എന്ന്. നല്ല പ്രോഫിറ്റ് ആയിട്ടുള്ള പരിപാടിയാണ്, ഒരു റിസ്കും ഇല്ല, അവിടെ കിടക്കുമല്ലോ. ആക്ച്വലി അവർക്ക് ഒരു മൂല്യം അവിടെ നിന്ന് കിട്ടുന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യുന്നുള്ളൂ? ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതായത് ഈ 7% എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ് ആണ്. ഈ ഒരു ഇൻഫ്ലേഷൻ റേറ്റിനെയാണ് ആക്ച്വലി അവിടെ എന്ത് ചെയ്യുന്നത്? ബീറ്റ് ചെയ്യുന്നത്. ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനുള്ള അടുത്തൊരു ഓപ്ഷൻ എന്താണ്? ഇൻവെസ്റ്റിംഗ് അല്ലെ? സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതെല്ലാം എന്താണ്? ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടുത്ത പ്രോസസ്സാണ്. അതല്ലാതെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നതിന്റെ കൂടെ നമുക്ക് ഈ ഒരു എമൗണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ നിന്ന് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ് വേ അല്ലെ? ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. ഈ ട്രേഡിംഗിൽ നിന്ന് കിട്ടുന്ന ഇൻകംസിന്റെ ഒരു ഫിക്സ്ഡ് പെർസെന്റേജ് സ്റ്റോക്സ്, ഗോൾഡ്, അതുപോലെ തന്നെ ക്രിപ്റ്റോ ഞാൻ ആരെയും സജസ്റ്റ് ചെയ്യില്ല. ക്രിപ്റ്റോ മാർക്കറ്റിലും ഈ ഒരു 3 മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ലോങ് ടേമിൽ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബെനിഫിഷ്യൽ ആയിട്ട് വരും. ഓക്കെ, അപ്പോ അതാണ് CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെ കുറിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇൻഫ്ലേഷനെ കുറിച്ച് പറയാറുള്ളത്. അപ്പോൾ ഈ ഇൻഫ്ലേഷന്റെ ഡേറ്റ
എല്ലാ മാസവും എന്ത് ചെയ്യും പുറത്തു വരും. അപ്പൊ ഇൻഫ്ലേഷൻ ഒരു നല്ല കാര്യമാണോ? അല്ല. അല്ല. കറൻസിയുടെ മൂല്യം കുറക്കുന്ന ഒരു കാര്യമാണ്. ഇൻഫ്ലേഷൻ നല്ല കാര്യമല്ല. അപ്പോ ഗവൺമെന്റ്സ് പലപ്പോഴായിട്ട് ഈ ഇൻഫ്ലേഷൻ ഡേറ്റയുടെ അല്ലെങ്കിൽ CPI ഡേറ്റയിൽ അത്ര ആക്യുറേറ്റ് ഡാറ്റ റിലീസ് ചെയ്യാറില്ല. ഓക്കെ, അത്ര ആക്യുറേറ്റ് ഡാറ്റ റിലീസ് ചെയ്യാറില്ല. ഇങ്ങനെ ആക്യുറേറ്റ് ഡാറ്റ റിലീസ് ചെയ്യാത്തതിന്റെ കാരണമായിട്ടാണ് 2008 എന്ത് സംഭവിച്ചത്? ഹൗസിംഗ് മാർക്കറ്റ്സ് കൊളാപ്സ് ആയതും എന്ത് സാമ്പത്തിക സംഭവിച്ചതും മാന്ദ്യം. സാമ്പത്തിക മാന്ദ്യത്തിലോട്ട് ലോകം പോയതും. ഓക്കെ, അപ്പൊ ഇപ്പോഴും ഇൻഫ്ലേഷൻ റേറ്റ്, ഇപ്പൊ ഇൻഫ്ലേഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഓരോ സാധനത്തിന്റെ വില കൂടും. അറിയാവോ? ഓരോ സാധനത്തിന്റെയും വില കൂടും ഇൻഫ്ലേഷൻ കൂടുന്നതിനനുസരിച്ച്. പണ്ട് കാലങ്ങളിൽ നമുക്ക് 10 രൂപക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധനം ഇപ്പൊ 20 രൂപക്കാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്, അല്ലെ? അപ്പോ ഇത് ഇന്ത്യയിലെ എക്കണോമിക്സിന്റെ കണക്കുകൾ പ്രകാരം ഒരു 10 വർഷത്തിൽ അല്ല 15 വർഷം കൂടുമ്പോ 2 രൂപയുടെ വാല്യൂ 1 രൂപയായിട്ട് മാറുമെന്നാണ് പറയുന്നത്. ഓക്കെ, 2 രൂപയുടെ 15 വർഷം കൂടുമ്പോൾ 2 രൂപയുടെ വാല്യൂ 1 രൂപയായിട്ട് മാറും. ഓക്കെ, അത്രയും വാല്യൂല് ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇങ്ങനെ എക്കണോമിക്കലി നടക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു കറൻസിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോ ഈ ഒരു സിറ്റുവേഷൻ ഒന്നും ഇനി തിരിച്ചു വരാതെ ഇരിക്കട്ടെ എന്ന് പറയുന്നു. പക്ഷേ ഇപ്പൊ US എക്കണോമി ആണെങ്കിൽ പോലും നല്ല രീതിയിൽ തകർന്നുകൊണ്ടിരിക്കുന്നതാണ്. എക്കണോമി തകർന്നുകൊണ്ടിരിക്കുന്നതിന്റെ കൂടെ ഗവൺമെന്റ്സ് ഇൻഫ്ലേഷൻ റേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴായിട്ട് മറച്ചു വെക്കുന്നുണ്ട്. ലാസ്റ്റ് 2 months ആയിട്ട് ഇൻഫ്ലേഷൻ കൂടുതലാണ് എന്നുള്ള ഒരു അവയർനെസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫെഡ് പുറത്തു വിടുകയും അതിന്റെ ഭാഗമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ്സ്, അത് അടുത്തത് പറയാനുള്ളതാണ്. ഇൻട്രസ്റ്റ് റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഫ്ലേഷനെ പറ്റി പറഞ്ഞു അല്ലെ? ഈ ഇൻഫ്ലേഷനെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും, അതായത് ഇൻഫ്ലേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവര് ഇൻട്രസ്റ്റ് റേറ്റ്സ് എന്ത് ചെയ്യും, കട്ട് ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റ്സ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലേഷനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ്സിനെ ഇവര് ലാസ്റ്റ്ലി 0.25 വെച്ചിട്ട് 3 തവണയായിട്ട് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫ്ലേഷനെ കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ്സിനെ കട്ട് ചെയ്യുന്നതിലൂടെ ഈ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഫെഡ്, അതായത് FOMC, ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി എടുക്കുന്ന ഡിസിഷൻസിനെയാണ് എന്ത് പറയുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻഫ്ലേഷൻ എന്താന്ന് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ ഡാറ്റ എന്ത് ചെയ്യും, എല്ലാ മാസവും പുറത്തു വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗവൺമെന്റ് എന്നല്ല, ഒരു ഗവൺമെന്റും ഒരു രീതിയിലുള്ള സ്റ്റുഡൻസിനും എന്ത് ചെയ്യുന്നില്ല, ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇത് ആഡ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ക്യാൻ യു ഗസ് എന്തുകൊണ്ടാ ഇത് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും പറയാത്തത്? ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് കുറയും. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് കുറയുന്നല്ല, ആൾക്കാർ ഗവൺമെന്റ്സിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും. റൈറ്റ്? അതെ അതെ. എക്കണോമി തകർന്നുകൊണ്ടിരിക്കുമ്പോ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ആരെയാ? ഗവൺമെന്റ്സിനെയാണ്. അവരുടെ പിടിപ്പുകോട് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലേഷൻ റേറ്റ് കൂടുന്നത്, അല്ലെ? ഗവൺമെന്റ്സിന് അവർക്ക് വേണ്ട രീതിയിൽ അവര് സ്പെൻഡിങ്സ് നടത്തുന്ന സമയത്ത് അവര് പ്രിന്റ് ചെയ്യുന്നത് ജനങ്ങളുടെ ഹാർഡ് ഏൺഡ് മണി ആയിട്ടുള്ള, ജനങ്ങളുടെ റിസർവിലുള്ള ഗോൾഡ് യൂസ് ചെയ്ത് ഇൻഫ്ലേറ്റഡ് ചെയ്തിട്ടുള്ള മണിയാണ് അവരെന്ത് ചെയ്യുന്നത്, പ്രിന്റ് ചെയ്യുന്നത്. അത് ഒരു രാജ്യത്തിന് ഒരിക്കലും എന്തല്ല, ഒരു നല്ല കാര്യമല്ല. അത് ഒരു രാജ്യത്തിനും നല്ല കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ്സ് ഇത് എന്ത് ചെയ്യുന്നില്ല, ഒരു ബേസിക് ഇതായിട്ട് ആരെയും എന്ത് ചെയ്യുന്നില്ല, പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുമില്ല, അല്ലെ? അപ്പൊ എപ്പോഴും പറയാറുണ്ട്, നോളജ് ഇല്ലാത്തവരെ ചൂഷണം ചെയ്യാനാണ് എളുപ്പമെന്ന്, അല്ലെ? അതുപോലെ തന്നെയാണ് ഗവൺമെന്റ്സ് നമ്മളെ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത് NFP ആണ്. NFP എന്ന് പറഞ്ഞാൽ നോൺ ഫാം പേറോൾ എന്ന് പറയും. അഥവാ നമ്മൾ ഫസ്റ്റ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് പറഞ്ഞു, അല്ലെ? അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞു. ഈ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് പോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്തായിരുന്നു, എത്രത്തോളം ജോലി രഹിതരുണ്ടെന്ന്, അല്ലെ? എത്രത്തോളം ജോലി രഹിതർ ഒരു രാജ്യത്തുള്ളത് എന്നുള്ളതിന്റെ റേറ്റ് ആണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ഈ NFP എന്ന് പറഞ്ഞാൽ എത്രത്തോളം ജോലി സാധ്യതകൾ ഒരു രാജ്യത്ത് ആഡ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ റിമൂവ് ചെയ്യപ്പെട്ടു, അതിന്റെ കണക്കാണ്. അപ്പൊ എങ്ങനെ ഒരു രാജ്യത്ത് ജോലി സാധ്യതകൾ ആഡ് ചെയ്യപ്പെടുന്നതും റിമൂവ് ചെയ്യുന്നതും എന്തിന്റെ ബേസിലാ?
എങ്ങനെയാ ഒരു രാജ്യത്ത് ജോലി സാധ്യത കൂടുന്നത് എങ്ങനെയാ? യു എയിൽ ഒരുപാട് ജോലി സാധ്യതകൾ കൂടാനുള്ള കാരണം എന്താ? അറിയത്തില്ല. അറിയത്തില്ല. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു രാജ്യത്ത് ജോലി സാധ്യതകൾ കൂടുതൽ വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികൾക്ക് അല്ലെങ്കിൽ കമ്പനീസിന് എന്ത് ചെയ്യണം? കോർപ്പറേറ്റ് കമ്പനീസിന് എന്ത് കൊടുക്കണം? അവസരം കൊടുക്കണം അല്ലെ? ഇന്ത്യയിൽ ചെയ്യാത്ത ഒരു സംഭവം അല്ലെങ്കിൽ കേരളത്തിൽ തീരെ ഇല്ലാത്ത ഒരു സംഭവമാണ് എന്ത്? ജോലി സാധ്യതകൾക്ക് അല്ലെങ്കിൽ ഒരു എക്കണോമി വളരണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? നല്ല കമ്പനീസ് വേണം. ഒരു കമ്പനി വരുന്ന സമയത്ത് ഇപ്പോ ലെറ്റ്സ് സേ ഗൂഗിള് ഇന്ത്യയിൽ തുടങ്ങാൻ പോകുന്നെന്ന് പറയുന്നു അല്ലെ? ഇത് ആക്ച്വലി സ്പീക്കിംഗ് നല്ലൊരു കാര്യമാണ്. ഗൂഗിള് മിനിമം ഒരു 30,000 ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ ഒരുപാട് കമ്പനീസ് ഇപ്പോ ലെറ്റ്സ് സേ ആപ്പിളിന്റെ പ്രൊഡക്ഷൻ ടാറ്റ ഗ്രൂപ്പിന്റെ അണ്ടറിൽ ഇന്ത്യയിൽ തുടങ്ങി. എത്ര പേർക്ക് അവിടെ ജോലി കിട്ടിയിട്ടുണ്ടാവും അല്ലെ? അങ്ങനെ എത്രത്തോളം ജോലി സാധ്യതകൾ ഒരു രാജ്യത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എത്രത്തോളം കമ്പനികൾ ഇന്ത്യ വിടുന്നു. ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യ എന്ത് ചെയ്തു? ബാക്ക് ഓഫ് ചെയ്തു അല്ലെ? ഹ്യൂജ് ടാക്സസ്. എന്തുകൊണ്ടാണ് ഈ ദുബായിൽ ഏറ്റവും കൂടുതൽ കമ്പനികൾ വന്ന് കേറുന്നത്? ടാക്സസ് വളരെ ടാക്സ് കുറവാ അല്ലെ? 5% ടാക്സും പിന്നെ പറഞ്ഞ കോർപ്പറേറ്റ് ടാക്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ? അപ്പോ ഇങ്ങനെ ഉള്ള കുറഞ്ഞ ടാക്സ് റേറ്റ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് എന്ത് ചെയ്യും? കൂടുതൽ ജോലി സാധ്യതകൾ ആഡ് ചെയ്യപ്പെടും. ഓക്കെ. അപ്പോ ഇങ്ങനെ വരുന്ന എക്കണോമിക് ഡാറ്റകളെല്ലാം എന്ത് ചെയ്യും? ആ ഒരു രാജ്യത്തിന്റെ കറൻസീനെ എന്ത് ചെയ്യും? അഫക്ട് ചെയ്യും. അല്ലെങ്കിൽ എക്കണോമി കംപ്ലീറ്റ്ലി റിഫ്ലക്ട് ആവുന്നത് എവിടെയാണ്? കറൻസീന്റെ വാല്യൂലാണ്. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്താണ് ഏതൊക്കെ ടൈപ്പ് എക്കണോമിക് ഇവന്റ്സ് ആണ് വരുന്നത് എന്നുള്ളതൊക്കെ. ഇനി ഈ എക്കണോമിക് ഇവന്റ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഏത് ടൈമിലാണ് നടക്കുന്നതെന്ന് അറിയണം അല്ലെ? അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എക്കണോമിക് കലണ്ടർ. ഓക്കെ. അപ്പോൾ ഇത് ഫോറക്സ് ഫാക്ടറി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ പോവുക. ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് കലണ്ടർ സെലക്ട് ചെയ്യാം. ഓക്കെ. ഇവിടെ കലണ്ടർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ടൈം സോൺ സെറ്റ് ചെയ്യുക. ഏത് ടൈം സോണിലാണോ നിങ്ങൾ ഉള്ളത്. ഇപ്പം നോർമലി GMT+4 ആണെങ്കിൽ നമ്മുടെ UAE ടൈം ആണ്. ഈ ഒരു GMT+4 സെറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാം. ഓക്കെ. ഇത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ നാവിഗേഷനിൽ നമുക്ക് കാണാൻ പറ്റും എന്ത്? ജൂൺ 2024 ഒരു കലണ്ടർ അല്ലെ? ഈ ഒരു മാസത്തിന്റെ കലണ്ടർ. ഇപ്പൊ ഇതില് 2 മുതൽ 8 വരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ഇന്നത്തെ ഡേന്റെ മാത്രം ആക്കിയിട്ട് സെറ്റ് ചെയ്യുവാണ്. 4 മണിയായിട്ട് സെറ്റ് ചെയ്യുവാണ്. ഓക്കെ. സോറി 4-ാം തീയതി ആയിട്ട് സെറ്റ് ചെയ്യുവാണ്. അപ്പൊ ഇവിടെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓൾറെഡി ഇവിടെ ഫിൽട്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ ടോപ്പിൽ കാണാൻ പറ്റിയ ഒരു ഫിൽട്ടർ ഉണ്ട്. ഈ ഒരു ഫിൽട്ടറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഫിൽട്ടർ ഇപ്പോൾ കറന്റ് ഓൺ അല്ല. എക്സ്പെക്റ്റഡ് ഇമ്പാക്ട് കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും എക്സ്പെക്റ്റഡ് ഇമ്പാക്ട്? ഇതിപ്പോ ഞാൻ പറഞ്ഞ 5 എക്കണോമിക് ഇവന്റ്സ് മാത്രമാണോ? അങ്ങനെ ഒരുപാട് എക്കണോമിക് ഇവന്റ്സ് ഉണ്ട്. ഞാനൊരു എക്കണോമിക് ഇവന്റ്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? അങ്ങനെ ഒരു എക്കണോമിക് ഇവന്റ്സ് പറഞ്ഞത്. അപ്പൊ ഇതിൽ തന്നെ ഒരുപാട് ഇവന്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ നല്ല രീതിയിൽ എക്കണോമിനെ അഫക്ട് ചെയ്യുന്ന ഇവന്റ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എക്കണോമിനെ അഫക്ട് ചെയ്യുന്ന ഇവന്റ്സ് ഉണ്ടാവും. തീരെ അഫക്ട് ചെയ്യാത്ത ഇവന്റ്സ് ഉണ്ടാവും. അപ്പൊ അതിനെ മോണിറ്റർ ചെയ്യുന്നതാണ് ഈ ഒരു എക്സ്പെക്റ്റഡ് ഇവന്റ്സ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ യെല്ലോ കാണുന്നത് ലോ ഇമ്പാക്ട് ഇവന്റ്സ് ആണ്. ഈ ഒരു ഓറഞ്ച് കാണുന്നത് മീഡിയം ഇമ്പാക്ട് ഇവന്റ്സ് ആണ്. റെഡ് കാണുന്നത് ഹൈ ഇമ്പാക്ട് ഇവന്റ്സ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ലോ ഇമ്പാക്ട് ഇവന്റ്സിന്റെ ആവശ്യമില്ല. അത് നമ്മൾ എല്ലാം മൈൻഡ് ചെയ്യേണ്ട. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കറൻസീസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള കറൻസീസ് ഒക്കെ എന്ത് ചെയ്യാം? ഇതിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? മീഡിയം ഇമ്പാക്റ്റും അതുപോലെ തന്നെ ഹൈ ഇമ്പാക്റ്റും മാത്രമാണ് സെലക്ട് ചെയ്തത്. ഇങ്ങനെ സെലക്ട് ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്നത്തെ ഡേയിൽ എന്തുണ്ട്? ഇന്നത്തെ ഡേയിൽ എത്ര ഇവന്റ് ഉണ്ട്? 2 event. 2 ഇവന്റ്. ഏതൊക്കെ ടൈമിലാ? ഒന്ന് 10:30 രാവിലെ 10:30 ഉണ്ടായിരുന്നു. ഏതാ കറൻസി? സ്വിസ് ഫ്രാങ്ക് അല്ലെ? ഫ്രാങ്ക് സ്വിസ് ഫ്രാങ്കിൽ നമുക്ക് എന്തുണ്ടായിരുന്നു? ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. ഇത് ഏതായിരുന്നു ഇവന്റ്? നമ്മൾ പഠിച്ച ഇവന്റാ അല്ലെ? CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്ന പഠിച്ച ഇവന്റ് ആണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ആക്ച്വലി ഇന്നത്തെ ഡേയില് 0.3 ആണ് വന്നത്. ഈ ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് എക്കണോമിക് അനലിസ്റ്റുകൾ ഉണ്ട് അല്ലെ?
ഒരുപാട് എക്കണോമിക് അനലിസ്റ്റുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ എക്കണോമിക് അനലിസ്റ്റുകൾ എന്ത് ചെയ്യും, ഒരു കാൽക്കുലേഷൻ നടത്തും, ഏകദേശം എത്രയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക, എക്സ്പെക്ടഡ് അല്ലെ, അതിനെയാണ് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രീവിയസ് മുന്നേ ഉണ്ടായിരുന്ന CPI, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, അല്ലെങ്കിൽ അവിടുത്തെ ഇൻഫ്ലേഷൻ എന്ന രീതിയിൽ നോക്കുന്ന സമയത്ത് അത് എത്രയാണ്, 0.3 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ റേറ്റ് ആണ് 0.3. ഓക്കെ, അപ്പോൾ അങ്ങനെ കറക്റ്റ് ആയിട്ട് അവിടെ കാണിക്കും. ഇവിടെ അടുത്തത് USDയിൽ ഇന്ന് 6 മണിക്കുണ്ട്. എന്താണ്, ജോബ് ഓപ്പണിങ്സ് ആണ്. നമ്മുടെ ഇത് പറഞ്ഞ പോലെ NFP പറഞ്ഞ പോലെ അല്ലെ, NFP പോലുള്ള ഒരു സംഭവമാണ്. പ്രീവിയസ്ലി ഉണ്ടായിരുന്നത് 8.49 മില്യൺ ആണ്. ഇപ്പോൾ ഫോർകാസ്റ്റ് 8.37 ആണ്. ഈ ഒരു ഫോർകാസ്റ്റിനേക്കാളും വീണ്ടും താഴോട്ട് കുറയുവാണെങ്കിൽ എന്ത് ചെയ്യും, ഫോർകാസ്റ്റിനേക്കാളും താഴെ കുറയുകയാണെങ്കിൽ ഇത് കറൻസിക്ക് നല്ല കാര്യമല്ല അല്ലെ. അങ്ങനെ ഓരോ ദിവസത്തെയും, ഇന്ന് 4-ാം തീയതിയിലാണ്, അടുത്തത് 5-ാം തീയതിയിൽ എടുക്കുകയാണെങ്കിൽ, നാളത്തെ എക്കണോമിക് ഇവന്റ്സ് എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട്, AUDയിൽ എന്ത് നടന്നുണ്ട്, GBP ഉണ്ട്. അത് എത്ര മണിക്കാ, 5:30 മണി, ഏർലി മോർണിംഗ് 5:30 മണിക്കാ. അപ്പൊ ഇങ്ങനെ ഓരോ കറൻസിയിലും ഇവന്റ്സ് വരുന്ന സമയത്ത് ആ ഒരു സമയത്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യും, നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യും. ഓക്കെ, ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. നല്ല ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, വോളാറ്റിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഹ്യൂജ് റിസ്ക് ആണ് അല്ലെ. ചിലപ്പം ബൈ എടുത്ത് ഹോൾഡ് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് എക്കണോമിക് ഇവന്റ്സ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നല്ല രീതിയിൽ താഴോട്ട് പോകും അല്ലെ. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെന്തല്ല, നല്ല കാര്യമല്ല. നമ്മൾ എന്ത് ചെയ്യും, എക്കണോമിക് ഇവന്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യും. എക്കണോമിക് ഇവന്റ്സിൽ ഇപ്പോൾ വലിയ വലിയ എക്കണോമിക് ഇവന്റ്സ് ആണെങ്കിൽ, ഇനി അടുത്ത വലിയ എക്കണോമിക് ഇവന്റ് വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 12-ന് CPI ഡാറ്റ, അത് ഇയർ ഓൺ ഇയർ CPI ഡാറ്റ വരുന്നുണ്ട്, കോർ CPI വരുന്നുണ്ട്, ഇതെല്ലാം USDയിലാണ്. അന്ന് 4:30 മണിക്ക് അത്യാവശ്യം നല്ല ഇതുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ CPI ഡാറ്റന്റെ ബേസിൽ ഇനി എക്കണോമിയിൽ എന്തൊക്കെ ഡിസിഷൻസ് ആണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് എന്ത് ചെയ്യും, ഈ FOMC സ്റ്റേറ്റ്മെന്റിലും, അതുപോലെ തന്നെ ഈ FOMC സ്റ്റേറ്റ്മെന്റിൽ വലിയ ഇമ്പോർട്ടന്റ് അല്ല, ഈ 10:30 മണിക്കുള്ള FOMC മീറ്റിംഗ് ഉണ്ടല്ലോ, ഈ 10:30 മണിക്കുള്ള എക്കണോമിക് മീറ്റിംഗിലായിരിക്കും ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത മാസം പകുതി വരെയുള്ള എക്കണോമിക്കലി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇത് കൺട്രോളിലാണോ ഇൻ കൺട്രോളിലാണോ എന്ന്. അവർ കൺട്രോളിലാണെന്ന് പറയും, പക്ഷെ ഇൻ കൺട്രോളിലല്ല. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ ഏരിയയിലാണ് അവർ എന്ത് ചെയ്യുന്നത്, കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ഹൗസിംഗ് മാർക്കറ്റ്, അങ്ങനെ ഒരുപാട് മാർക്കറ്റ്സ് ഉണ്ട് അല്ലെ, ഹൗസിംഗ് മാർക്കറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ ഡിസിഷൻസ് ആണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് എന്ത് ചെയ്യും, ഇത് സ്പീച്ച് നടത്തുന്നത് ജെറമി പോവാൾ ആയിരിക്കും. പുള്ളിയുടെ സ്പീച്ചിൽ എന്ത് ചെയ്യും, പുള്ളി ഇത് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഇതൊരു ഈ ഒരു മീറ്റിങ്ങിന്റെ ടൈമിലൊക്കെ നിങ്ങൾ പോയി ട്രേഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പുള്ളി ആദ്യം പറയും, ഓക്കെ, നമുക്കൊരു നല്ല ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യും, അപ്പാവും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയും അത് അത്ര ഗുഡ് ന്യൂസ് അല്ല എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും, മാർക്കറ്റ് വീണ്ടും താഴെ പോവും. അപ്പോ ഇത് എന്താണ്, അത്ര നല്ല കാര്യമല്ല. ഓക്കെ, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ട്രേഡേഴ്സിന് അത്ര നല്ല കാര്യമില്ല. നമ്മൾ ഇത് വെയിറ്റ് ചെയ്യും, എന്താണ് ഈ ഒരു ജെറമി പോൾ ആ ഒരു സ്പീച്ചിൽ പറയുന്നത്, അത് മാർക്കറ്റ് നല്ല കാര്യമാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കി വരും ദിവസങ്ങളിൽ അതിനനുസരിച്ചുള്ള ആന്റിസിപ്പേഷൻസ്, അതിന്റെ കൂടെ ടെക്നിക്കൽസ് യൂസ് ചെയ്തിട്ടും ചാർട്ട് അനലൈസ് ചെയ്യും, അതിന്റെ കൂടെ ഈ പറയുന്ന എക്കണോമിക് ഇവന്റ്സിന്റെ ഐഡിയ കൂടി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ട്രേഡ് ചെയ്യും. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ടൈം. ഇവിടെ നമുക്ക് ടൈം മാത്രമാണ് ഇമ്പോർട്ടന്റ്, ഡാറ്റ ഒരു വിഷയമല്ല. നിങ്ങൾ ഡാറ്റയെ കുറിച്ചൊന്നും തിങ്ക് ചെയ്യുക പോലും വേണ്ട. നമുക്ക് ഇവിടെ ആവശ്യം എന്താണ്, ടൈമിംഗ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഈ ഒരു ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. എക്കണോമിക് ഇവന്റ്സ് ഇനി വരും ദിവസങ്ങളിൽ ഏതൊക്കെ ടൈമിലുള്ളത്, അത് മീഡിയം ആണോ ഹൈ ഇമ്പാക്ട് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ന് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന, ഓക്കെ, ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. രണ്ടുപേരും ലാപ്പ് യൂസ് ചെയ്യുന്നവരാണല്ലോ അല്ലെ. ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഓക്കെ, ട്രേഡിംഗ് വ്യൂ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ട്രേഡിംഗ് വ്യൂ ഡെസ്ക് ടോപ്പ് എന്ന് ക്രോമിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി. ക്രോമോ ഏതെങ്കിലും വെബ് ബ്രൗസറിൽ പോയിട്ട് സെർച്ച് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ എക്സ്റ്റൻഷൻ ഇതിന്റെ ഒറിജിനൽ വെബ്സൈറ്റിൽ തന്നെ tradingview.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ തന്നെ ഉണ്ടാവും. അതിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഡേയിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രേഡിംഗ് വ്യൂവിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്യാൻഡിൽസ് എന്താണെന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത്യാവശ്യം ടൈം ഇതിന് തന്നെ എടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഡേയിൽ ഇതിനെ കുറിച്ച് ട്രേഡിംഗ് വ്യൂവിന്റെ ബേസിക്സ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ അയച്ച, സോറി സ്ക്രീന് പോയോ, ഓക്കെ, ഇന്നലെ അയച്ച
നമ്മുടെ PDF തന്നെ ഉണ്ട് ഈ ഒരു 5 എക്കണോമിക് ഇവന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അതിന്റെ പുറമെ ഞാൻ ഈ ഒരു ലിങ്കും കൂടെ ഷെയർ ചെയ്യാം. ഈ ഒരു വെബ്സൈറ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് എക്കണോമിക് കലണ്ടർ. ഓക്കെ. എക്കണോമിക് കലണ്ടർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ എക്കണോമിക് ഡേറ്റാസ് ആണ് പുറത്തു വരാനുള്ളത്, അതിന്റെ ടൈമും ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് അറിയിക്കുന്ന ഏത് ഡേറ്റയാണ് പുറത്തു വരുന്നത് എന്നുള്ളതും കാണിക്കുന്നതാണ്. ഓക്കെ. ക്ലിയർ ആണോ? അതെ അതെ. നമുക്കിപ്പോ ഇപ്പൊ ഇത് ഹൈ ഇതല്ലേ, ഏതാണ്? മറ്റേ മീഡിയത്തിന്റെ എന്തെങ്കിലും ന്യൂസ് ഒക്കെ ഇങ്ങനെ വരത്തില്ലേ? അപ്പൊ അതില് വരാൻ നേരത്ത് മാർക്കറ്റിൽ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാവാറുണ്ട്. ഓക്കെ. ഇതിവിടെ കൺസ്ട്രക്ഷൻ PMI ഡാറ്റ വരുന്നുണ്ട്. അതും ഇമ്പാക്ട് ഉണ്ടാക്കും. പക്ഷെ അത് അത്ര നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അത്ര ഇമ്പാക്ട് ഉണ്ടാവണം എന്നില്ല. പക്ഷെ ചില സമയത്ത് നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാവാറുണ്ട്. ഓക്കെ. അപ്പോ ഇത് ആരുടെ ബേസിലാണ്? എക്കണോമിക് അനലിസ്റ്റുകളുടെ ബേസിൽ അത് മീഡിയം ആണ് എന്നുള്ള രീതിക്കാണ് കിടക്കുന്നത്. ഓക്കെ. അല്ലാതെ മീഡിയം മാത്രമായിട്ടേ വരും എന്നുള്ള ഒരു കൺസിഡറേഷൻ അല്ല. ഓക്കെ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. സെഷന്റെ റെക്കോർഡിങ്സ് ഞാൻ അയക്കാം. ഓക്കെ. കാര്യങ്ങൾ ചോദിച്ചോളൂ. എന്താ പറഞ്ഞ? പിപ്പറ്റും പിപ്സും പിപ്പറ്റും ഓർമ്മയില്ലായിരുന്നോ? ഒന്നുകൂടെ പറയണോ? പറഞ്ഞ കൊള്ളായിരുന്നു. പക്ഷെ കറക്റ്റ് ഓക്കെ. ഞാൻ പറയാം. പിപ്സ് അല്ല, പിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു കറൻസിയിലെ ചേഞ്ച് ഇൻ വാല്യൂവിനെ മെഷർ ചെയ്യുന്നതിനെയാണ് പിപ്പ് എന്ന് പറയാ. ഓക്കെ. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു വെയിറ്റ് പറയാനാണെങ്കിൽ നമുക്ക് കിലോഗ്രാംസ് ഇത്ര കിലോഗ്രാം ഉണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ യൂറോ USD ഇല്ലേ, യൂറോ USD എന്ന് പറയുന്ന ഒരു കറൻസി, ഈ കറൻസി എത്ര മൂവ് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ പിപ്പിന്റെ വാല്യൂലാണ്. ലെറ്റ്സ് സേ നമ്മൾ യൂറോ USDന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.08350 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഓക്കെ. അതൊരു ആവറേജ് വാല്യൂ ആണ് അതിന്റെ. ഈ ഒരു വാല്യൂയിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഈ ആദ്യം ഉള്ളതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇത് എത്രയാണ്? ഇത് എന്താണ്? ഡോളറാണ് അല്ലെ? $1 ആണ് അല്ലെ? ഇത് $1 അല്ലേ? അടുത്ത ഈ രണ്ട് വാല്യൂനെ നമുക്ക് എന്ത് വിളിക്കാം? സെന്റ് എന്ന് വിളിക്കാം അല്ലെ? ഡോളർ, സെന്റ് അങ്ങനെ വിളിക്കാം. നമ്മൾ ഇപ്പോ 2 ദിർഹം 50 ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? 2 ദിർഹംസ് 50 ഫിൽസ് അല്ലെ? അതേപോലെ $1 08 ഫിൽസ്, സോറി, സെൻസ് അല്ലെ? അത്രയും സെൻസ് ആണ്. പക്ഷെ അവിടുന്ന് അങ്ങോട്ടുള്ള വാല്യൂവിനെ പറയാൻ അവിടെ ഒന്നുമില്ല. ഓക്കെ. അതുകൊണ്ട് കറൻസി വാല്യൂവില് ചേഞ്ച് ഇൻ വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പിപ്പ്. പിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു ലാസ്റ്റിലുള്ള രണ്ട് വാല്യൂവിലെ ഈ ഒരു വാല്യൂവിനെയാണ് പിപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ അത് ഞാൻ ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരാം. 1.083 സോറി, ഇപ്പോ 1.08350 ആണ് എന്ത് കറന്റ് ഉള്ള വാല്യൂ എന്ന് പറഞ്ഞു. അതൊരു 340 ആയി കഴിഞ്ഞാൽ അവിടെ എത്രയാ മാറ്റം വന്നിട്ടുള്ളത്? ഇവിടെ മാറ്റം വന്നിട്ടുള്ളത്, സോറി, ഇവിടെ മാറ്റം വന്നിട്ടുള്ളത് 0.00010 അല്ലെ? അത്രയും മാറ്റം വന്നിട്ടുള്ളൂ അല്ലെ? ചെറിയൊരു മാറ്റേ വന്നിട്ടുള്ളൂ. ഈ ഒരു ചേഞ്ചിനെയാണ് എന്ത് വിളിക്കുന്നത്? ഒരു പിപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? 10 പിപ്പറ്റ് എന്ന് പറയാം. ഓക്കെ. 10 പിപ്പറ്റ് എന്നും പറയാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 1.08350 നിന്ന് 1.08365 ആയി കഴിഞ്ഞാൽ എത്ര മാറ്റം വന്നിട്ടുള്ളത്? 15 പിപ്പറ്റ് ആണ് അല്ലെ? 15 പിപ്പറ്റ് ആണ് മാറിയത്. അതെന്ന് പറയുന്നത് 1.5 പിപ്പാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? ഹരി, ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? പിന്നെ നമ്മുടെ വേറെ ഈ JPY-ക്കകത്തൊക്കെ അത് JPY-ക്കകത്ത് ഞാൻ അതും പറഞ്ഞിരുന്നല്ലോ. JPY-ക്കകത്ത് ഡിഫറെന്റ് ആണ്. JPY-ക്കകത്ത് 150.50 എന്നാണ് വാല്യൂ അല്ലെ?
ഇതിലെ ഈ രണ്ട് അപ്പം വാല്യൂ ഇല്ലേ 150 ആ അത് 150.30 ആയി കഴിഞ്ഞാൽ അവിടെ 20 പിപ്പാണ് മൂവ് ആയത്. ഓക്കെ. ഓക്കെ, അവസാനത്തെ രണ്ട് വാല്യൂ അല്ലേ എടുക്കുന്നത്? അവസാനത്തെ രണ്ട് വാല്യൂ. ഓക്കെ, ഓക്കെ. ചാർട്ടിൽ നോക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. കാരണം ചാർട്ടിൽ നമുക്ക് അവിടെ മെഷർ ചെയ്യാനുള്ള ടൂളൊക്കെ ഉണ്ട്. ഇത്ര പിപ്പാണെന്ന് മെഷർ ചെയ്യാനുള്ള ടൂളൊക്കെ ഉണ്ട്. പെട്ടെന്ന് മെഷർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ. ഓക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ സെഷൻ വൈൻഡപ്പ് ചെയ്യുവാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഫീൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ. ഓക്കെ, ബൈ. ഓക്കെ സാർ, താങ്ക് യു.